everyone, so we're going to Scotland to meet our best friend after 4 years. Biggest girl in the world right now. We made it, guys! We made it to Scotland! Yo! In Scotland. നമ്മുടെ കളികളെ ഇനി സ്കോട്ട്ലൻഡ്. അതെ guys. സനുമോൻ. Hi everyone, so we're going to Scotland to meet our best friend after 4 years. So ഞാൻ 4 വർഷത്തിന് ശേഷം ഞാൻ 2 വർഷത്തിന് ശേഷം എന്നെ കാണാൻ പോവാണ്. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഷേന നിന്നെ കാണാൻ. സോ നമുക്ക് അവിടെ കാണാം. ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ജേർണിയാണ് ഏറ്റവും എളുപ്പം. ലൈക്ക് ഏകദേശം ഒരു 1 hour അടുത്ത് എടുക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ബസ്സാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 9 hours ടു റീച്ച് ദാറ്റ്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ആയി നമ്മൾ സീറ്റ് കിട്ടി സെറ്റിൽ ആയിട്ടിരിക്കുകയാണ്. ഇനി ഒരു 8 to 9 hours ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ എത്തുന്നതായിരിക്കും. സ്കോട്ട്ലൻഡിലെത്തി. ഇപ്പോൾ ഇവിടെ 7:55. തണുപ്പെന്ന് പറയുന്നത് -6 ആണ്. നമുക്കിനി ഒരു ബസ് കൂടെ എടുത്താൽ ഷേന ഷജീനെ കാണാൻ പറ്റത്തുള്ളൂ. ഫ്ലവറും വാങ്ങിക്കണം. സോ സണി ഫ്ലവർ തപ്പി പോയേക്കാണ്. ഞങ്ങൾ എഡിൻബറ എത്തിയെങ്കിലും ഷേന നമുക്ക് കാണണമെങ്കിൽ ഇവിടുന്ന് ഒരു 45 minutes കൂടെ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിനായിട്ട് ബസ് എടുക്കാനായിട്ട് പോവാം. വന്നിറങ്ങി നല്ല ഐശ്വര്യമാണ്. തീരെ മഴയും സ്ലോയും. ചേച്ചി ഫുള്ള് സെറ്റപ്പ് ആയിട്ടാണ് എന്താണ് നൗഫി ഫസ്റ്റ് എഡിൻബറ എന്നുള്ള അഭിപ്രായം? Guys, വേഗം വാ. It's snowing here. പെട്ടെന്ന് വാ. It's like a magical world now. പെട്ടെന്ന് വാ guys, പെട്ടെന്ന് വാ. ഷേന ഈ വീഡിയോ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും പോകുന്ന വഴിക്ക് സ്നോ വീഴാൻ തുടങ്ങി. നമ്മുടെ ഡ്രൈവറാവട്ടെ ഫസ്റ്റ് സ്നോ ആണെന്ന് കേട്ടപ്പം ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് നിർത്തി തന്നാണ് കൊണ്ടുപോയത്. നമ്മളാവട്ടെ അതങ്ങ് മുതലെടുത്തു. നമുക്ക് പിന്നെ തീരെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് അവരെയൊക്കെ ഒന്ന് കാണിച്ചപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി. നമ്മൾ സ്നോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേകതര ഫീലായിരുന്നു ഈ സ്നോയ്ക്ക്. നല്ല ഹെവി ആയിട്ട് വീഴുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് 45 minutes പോയത് അറിഞ്ഞില്ല. Because the journey was really beautiful and the 45 minutes, that was really worth it. നമ്മളൊരു ഫ്ലവർ വാങ്ങിച്ചു. ഷാനാന അസ്റ്റിൽ കാത്തിക്കാണ്. വിശന്ന് ഒരു പരിവായുണ്ട്. നൗഫിയും സനും സ്നാക്സ് ഹണ്ടിങ്ങിലാണ് അവിടെ. ഷൈന കിട്ടി ഗൈസ്. സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഷൈനയുടെ വീട്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നു പോയാൽ മതി. പക്ഷേ ഈ പെട്ടിയെല്ലാം നോക്കി നടന്നു പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മളൊരു ബസ് എടുത്ത് പോകാമെന്ന് വെച്ചു. പക്ഷെ നമുക്ക് ബസ്സിലോട്ട് കയറാനായിട്ട് നടക്കാം. നല്ല സ്നോ ആണ് നിങ്ങൾക്ക് കാണാൻ. ഇതെല്ലാം തുറക്കണം. വീടിനകത്ത് ഹീറ്റ് ഉണ്ടെങ്കിലും അതൊന്നും പോരാന്ന് പറഞ്ഞ് ക്യാൻഡിലിൻ്റെ ചൂട് കൊടുക്കുന്ന നൗഫിയാണ് നിങ്ങൾ കാണുന്നത്. നല്ല സൂപ്പർ ബ്രെഡും ബീഫ് സ്റ്റൂ ഉണ്ട്. ഭയങ്കര ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഐറ്റിനറിയിൽ തന്നെ തുടങ്ങാം. സോ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സ്നോ ഒക്കെ കണ്ടെങ്കിൽ നടക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഫുള്ളി സ്നോയി
ആൻഡ് നല്ല രസമുണ്ട്. ഫീൽസ് ലൈക്ക് ഹെവൻ. സോ നമ്മളിങ്ങനെ അവിടെ ഒരു ഫാൽക്രിക് വീൽ എന്ന് പറയുന്ന വീലുണ്ട്, അത് കാണാൻ വന്നിട്ട് വീല് കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം ഫുള്ള് ഫോഗും സ്നോ ആയിട്ട് ഫുൾ കവർ ചെയ്ത് കിടക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടക്കാണ്. ഫുള്ളി നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈക്ക് ഫീൽസ് ലൈക്ക് ഹെവൻ എന്നൊക്കെ പറയാം. സ്നോ ഉണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന തന്നെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ സ്നോമാൻ വന്നിട്ട് ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കി. കൂടുതൽ കോൺട്രിബ്യൂഷൻ എൻ്റെ യാ, നോഫിയുടെ ഐഡിയ ആണ്. ബിലാലാണ് മഞ്ഞു വാരിയത്. കോൺട്രിബ്യൂഷൻ ഒരു കൈ ഓടിക്കാൻ. സോ ഞാൻ ഫോട്ടോ എടുത്തപ്പം ഒരു ഒറിജിനൽ മനുഷ്യൻ എന്ന രീതിയിൽ അതിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അതിന്റെ ഒരു കൈ പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ക്യൂടി പട്യൂട്ടി സ്നോമാൻ ആണ്. ക്യൂട്ട് പോസ് കൊടുക്കുക. നീ ഒരു കുട്ടി ആട്ടുംകുട്ടീനെ കണ്ടാൽ എങ്ങനെയായിരിക്കും? ഷേനായ നോഫിയാണ് നടന്നു പോകുന്നത്. ഷേനയ്ക്ക് നോഫിക്കും ഫുള്ള് തണുത്തിട്ട് കാലൊക്കെ ഫ്രീസായിട്ടിരിക്കുകയാണ്. നിങ്ങളെ കാണുന്നുണ്ടല്ലോ, ഒരു വീല് കാണുന്നില്ലേ, അതാണ് ഫോൾക്രിക് വീൽ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ്. നമ്മൾ ആ കാണുന്ന ഒരു വീൽ കൂട്ടുള്ളത് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫോൾക്രിക് വീൽ എന്ന് പറയും. ഈ ഒരു ഫ്രെയിം കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെ ഇൻടു ദ വൈൽഡ് മൂവിയില്ലേ, ആ ഒരു സെയിം സാധനം അല്ലെങ്കിലും ആ ഒരു കൈൻഡ് ഓഫ് സാധനം പെട്ടെന്ന് എനിക്ക് അടിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമുക്കവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഒരു ഇഗ്ലു പോലത്തെ. അവിടെ സോ ഷാനയുടെ അഭിപ്രായ പ്രകാരം ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്, അതായത് ഈ സ്ഥലത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇവിടെ ലൈക്ക് സ്കോട്ട്ലൻഡിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഫോൾക്രിക് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതിനെ പറ്റിയിട്ട് റീൽസ് കയറിയിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് സംതിങ് അത് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നതായിരിക്കും. ഓൾസോ ഈ പ്ലേസ് ആണ് UK ആകെയുള്ള 2 റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റുകളിൽ വളരെ ഫേമസും ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒന്നാണ്. Hi everyone. Hello. So we are at Scotland and we are just near to the Falkirk Wheel right now. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? I'm the happiest girl in the world right now. I'm so happy. Why? Because why you're so happy right now? it's snowing. I'm just a girl, you know. I love who snow. loves snow? Yeah. Everyone likes snow. What you want to speak? What you want to tell about the I moment? want to say like it was a very good experience. Like I have seen the flag feel like the 5 lakhs people is visiting like in a year, right? Yeah. I'm very like We are glad just to see speechless that. at the I'm moment. grateful. Not excited to see Shana. Of course, I have seen China after a 2 while, years. like 2 years. Yeah. Me after 4 years. I'm the person should be in the list to be the top. So I'm seeing her after 4 years. Seeing after, sorry. She will make the beep song. പുട്ടേവാ പുട്ടിന്റെ പൊടിയവാ. നമ്മുടെ ചേച്ചി പുട്ടുണ്ടാക്കാണ്. വീട്ടിലും പുട്ടുണ്ടാക്കല്, സ്കോട്ട്ലൻഡിൽ നിന്നും പുട്ടുണ്ടാക്കല്. നമുക്ക് സ്നോ ഉണ്ട്, ആക്രാന്തമായിരുന്നു. സ്നോയെ വെറുതെ വിടുന്നില്ല. ഞാൻ കോംഫിയസ് ഗേൾ ഇൻ ദ വേൾഡ് ആണ്, ബൈ ദ വേ. എങ്ങനെയാണ് ഇവരൊക്കെ സ്നോമാൻ ഉണ്ടാക്കുന്നത്? ഇവിടെ വരെയുള്ള ബൂട്ട്സ് ഇല്ലേ, മറ്റേ ഐസ്ലാൻഡിലൊക്കെ ആൾക്കാർ അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള കറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടി ലിവിങ് റൂമിലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഷേനയുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ഇടയിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നീ സ്റ്റോറി ഓർക്കണ്ട, അത് നിനക്ക് ഓർമ്മയില്ല, നിനക്കറിയാം. സ്ഥലം കളിച്ചു ഇവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ വീട്ടിലിരുന്നപ്പം ഷേനയ്ക്ക് അടുത്ത ഏതോ സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കാണാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ.
തണുപ്പടിച്ചാന്ന് തോന്നുന്നു ഡ്രൈ ഷാനയുടെ കൂടെ ഞങ്ങൾ നൈറ്റ് ട്രിപ്പിന് ഇറങ്ങിയാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഷാനൊക്കെ ഞങ്ങളെ ഏതോ ഒരു വേറെ സ്ഥലം കാണിക്കുന്ന മുന്നിൽ കൊണ്ടുപോവാണ് കുതിരയെ കാണിക്കാൻ വേണ്ടി. സോ ഞാൻ നിങ്ങളെ ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു തരാം. നിഴലോയ് നമ്മൾ പോകുന്നത് കെൽപേസ് ഹബിലേക്കാണ്. സോ കെൽപേസ് ഹബ് കാണാൻ വേണ്ടിയിട്ടുള്ള നടത്തിയാണിത്. വെറും 23 മണിക്കൂർ നടത്തി, പക്ഷേ 23 മിനിറ്റ്. നല്ല വിജനത നിറഞ്ഞ ഫോഗ് അടിച്ച് കിടക്കുന്ന റോഡാണ്. നിങ്ങൾക്ക് കാണാം, ഭയങ്കര ഹൊററായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ ഈ കുളത്തിൽ പോയി വെള്ളി തന്നെ ഓഫ് പറയുന്നത്. വ്ളോഗ് എടുത്ത് താങ്ക് യു ഉമ്മി. ഷേനാന്റെ കുതിര നമുക്ക് ഇങ്ങനെ കാണാം, അടുത്ത് വെച്ച് കാണാം എന്താണ് അതിന്റെ ഫുൾ രൂപം എന്നുള്ളത്. ഇതാണ് ഷേന കാണിക്കാന്ന് പറഞ്ഞ കുതിരകൾ. ഇതിന്റെ പേരാണ് കെൽപേസ്. ഇവർ രണ്ടു പേരെന്താണ്? സ്റ്റീവ് ആൻഡ് ബാരൻ എന്നാണ് ഈ രണ്ട് ഇവരുടെ പേര്. ഇതെന്ത് സംഭവം എന്താ എന്ന് പറഞ്ഞേ? അതായത് ഇവിടെ 2 സംഭവങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്കോട്ടിഷ് എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഹോഴ്സസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഏഞ്ചലിസ്റ്റിക് മെത്തോളജി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, കുതിരേനെ സംബന്ധിച്ച് ഏഞ്ചലാണ്. അപ്പോൾ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. അതാണിത്. നമ്മൾ നമ്മളുടെ പെൽക്കീസ് അല്ലേ? ഓക്കെ, കെൽപീസിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഷേനാന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.